ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കിക്കൊണ്ട് എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ടീച്ചറുടെ പ്രതികരണം. എഫ്ഐആർ ഇട്ടതിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയായതിലൊക്കെ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇവരിൽ ഒതുങ്ങാതെ ആരൊക്കെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് സാധിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതെ, കാരണം വഴി കടന്നൊരു സാധനം എടുത്തുകൊണ്ടുപോയത്, ഒരു വീട് കുത്തി തുറന്നെടുത്തു കൊണ്ടുപോയത് ഒന്നുമല്ല. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ വരുന്ന ഒരു സന്നിധിയിൽ നിന്ന് അദ്ദേഹത്തിന് പരസ്യമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അത് ദേവസ്വം ബോർഡിലെ ഉന്നത അധികാരികളുടെ പിന്തുണയില്ലാതെ, അങ്ങനെ ഉന്നത അധികാരികളുടെ പിന്തുണ കിട്ടണമെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയത്തിന്റെ നയപരമായ തീരുമാനമില്ലാതെ അത്തരത്തിലൊരു കടപ്പാടൊന്നും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസെടുത്തതിൽ സന്തോഷം, എഫ്ഐആർ ഇട്ടതിൽ സന്തോഷം. പക്ഷേ അന്വേഷണം കൂടുതൽ വിപുലമാകണം. പിന്നീട് ആരൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഇത് ചെയ്യിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇതിന്റെ പങ്ക് പറ്റിയതും ആരൊക്കെയാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ അന്വേഷണം തൃപ്തികരമാണ് എന്ന് പറയാൻ സാധിക്കൂ. ടീച്ചർ, വളരെ കൃത്യമായി ആ മഹസറിൽ പറയുന്നുണ്ട്, ഇത് അഴിച്ചെടുക്കുമ്പോൾ ഭാരം 42 കിലോ, ഇത് പിന്നീട് തിരികെ കൊണ്ടുവരുമ്പോൾ അതിലുണ്ടായിരുന്ന ഭാരം 38 കിലോ. അതായത് വളരെ കൃത്യമായി ഹൈക്കോടതി ആ മഹസറിലെ രേഖകൾ പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് 4 കിലോ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. അത് ശരിവെക്കുന്ന മഹസർ രേഖകൾ പുറത്തു വരിക കൂടി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്ര വലിയൊരു കൊള്ളയ്ക്ക് രാഷ്ട്രീയ പിന്തുണ ഇല്ലാതെ വരുമോ എന്നുള്ള ചോദ്യമല്ലേ ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടത്? 4 കിലോ സ്വർണം എന്നുള്ളത് മാത്രമല്ല, 4 കിലോ സ്വർണത്തിന്റെ വാല്യൂ അല്ല. ശബരിമല സന്നിധാനത്ത് നിന്ന് ഒരു സാധനം, അതിനി ഒരു മുട്ടുസൂചി ആയിക്കോട്ടെ, അതിന് പോകുന്നതിന്റെ അത് ഏത് മെറ്റീരിയലാണ് എന്നുള്ളത് നോക്കിയല്ല അതിന്റെ വാല്യൂ നിശ്ചയിക്കുന്നത്. അവിടെ അതിന്റെ വാല്യൂ നിശ്ചയിക്കുമ്പോൾ അതിന്റെ ഒരു ആത്മീയമായ തലം, അതിനൊരു വിശ്വാസത്തിന്റെ തലമുണ്ട്. അപ്പൊ അതിനൊരു മോഹവിലയാണ്. അവിടുന്ന് പോകുന്ന ഓരോ വസ്തുവിനും ഒരു മോഹവിലയുണ്ട്. കോടികൾ കൊടുത്ത് ഒരുപക്ഷെ അത് കൈപ്പറ്റാൻ അത്രയും തീവ്രമായ ഭക്തരുണ്ടായിരിക്കും. അതുകൊണ്ട് വെറും 4 കിലോ സ്വർണത്തിന്റെ കാര്യം മാത്രമല്ല നമുക്കത്, കാരണം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ ഇത് തൂക്കം എത്ര അല്ലെങ്കിൽ തൂക്കക്കുറവ് ഇതൊക്കെ നോക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചുമതലയല്ലല്ലോ. സന്നിധാനത്ത് വെച്ച് ഇതൊക്കെ നടത്താവൂ എന്ന് വ്യക്തമായ നിർദ്ദേശം, ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും ഓരോ കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടായിട്ടും ആരെയും ഭയമില്ലാതെ ഇതൊക്കെ അഴിച്ചെടുത്ത് ചെന്നൈക്കോ ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ കടപ്പുമുറിയിലേക്കോ പൂജാമുറിയിലേക്കോ വരെ എത്തിക്കണമെങ്കിൽ അസാമാന്യ അഹങ്കാരമല്ലേ കാണിച്ചത്. ആ അഹങ്കാരം രാഷ്ട്രീയ തിണ്ണമെടുക്കിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ടാണ് ആ രാഷ്ട്രീയത്തിലേക്ക് അന്വേഷണം പോകാത്ത ഒരു അന്വേഷണവും നീതിയുക്തമാണ് എന്ന് പറയാൻ സാധിക്കും. വളരെ വ്യക്തമാണ് ശശികല ടീച്ചർ. ഇതിൽ ന്യായം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 100% ന്യായം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടി ഈ വിഷയത്തിൽ അന്വേഷിക്കണം എന്നാണ് ശശികല ടീച്ചർ ആവശ്യപ്പെടുന്നത്.